അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറിയാണ്. വെഡിങ് ആനിവേഴ്സറിയിൽ ഒരാൾ നല്ല ഉറക്കത്തിലാണ്. എന്താ വെളുപ്പിന് 6 മണിക്ക് വന്നിട്ട് കിടന്നുറങ്ങുകയാണ്. ഇപ്പോൾ 9 മണി കഴിഞ്ഞു, 9:30 ആയി. എന്തായാലും വിളിച്ചുണർത്താം, വെഡിങ് ആനിവേഴ്സറിയൊക്കെ അല്ലേ. എണീക്കൂ 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 എണീക്കൂ. എന്നാ യൂട്യൂബ് ഇൻട്രോ പറ. യൂട്യൂബ് ഇൻട്രോയോ? എന്നാ വെഡിങ് ആനിവേഴ്സറി അല്ലേ, നമുക്ക് നീ എനിക്ക്. അയ്യോ സമയം എന്തായി? 9:30 കഴിഞ്ഞു. എനിക്ക് വേറെ പ്ലാനായിരുന്നു. എന്താ പ്ലാന്? അയ്യോ എന്താ പ്ലാന്? നീ പറഞ്ഞ കാര്യമല്ലോ, പറ. എന്താ പറയണ്ടേ? വെൽക്കം ടു യൂട്യൂബ് പറ. എന്റെ മുഖം ഇങ്ങനെ പറയാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നീ എന്താ ചെയ്യണ്ട? എന്ത് ചെയ്യും? എനിക്ക് നമുക്ക് റെഡി ആവാം. എന്നിട്ട് എന്താ പ്ലാൻ? നമുക്ക് എന്തായാലും ഇപ്പം ഫിലിം സിറ്റി ഇരിക്കില്ലേ, രാമോജി ഫിലിം സിറ്റി ഇരിക്കല്ലേ, നമുക്ക് ഇറങ്ങാൻ പോയല്ലോ. എന്നെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് രാമോജി ഫിലിം സിറ്റിയാണോ കാണിക്കാൻ പോണേ? യാ. അയ്യോ, എന്നാലും എൻ്റെ വെഡിങ് ആനിവേഴ്സറി എന്താണ് ഞാനെ പറ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വെളുപ്പിന് ഇന്നാണെങ്കിൽ, ഇന്നലെയൊക്കെ എത്ര മണിക്ക് വന്നു? 1 മണിക്ക് വന്നില്ലേ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞ്? ഇന്നാണെങ്കിൽ വെളുപ്പിന് എത്ര മണിക്ക് വന്നേ? 5 മണിക്ക്. 5 മണി, 4:45 മണി. 5 മണിക്ക് വന്നു. ഞാൻ കുറേ വേറെ പ്ലാനൊക്കെ ആയിരുന്നു എനിക്ക്, എല്ലാം പോയി. 9 മണിയായില്ല. ശരി, എന്നാ ഫിലിം സിറ്റി കാണാം. ബാഹുബലിയിലെ പോലെ എന്നെ എന്താ പറയാ, നിന്നെന്താ കൊല്ലണോ ബാക്കിൽ നിന്ന്? അത് കട്ടപ്പയല്ലേ, ബാഹുബലിയിലെ പ്രേമം പോലെ ഇന്ന് നമുക്ക്. അത് എനിക്ക് വാ, ഫോൺ മാറ്റിയാലേ എണീക്കാൻ പറ്റുള്ളൂ. ശരി, നമുക്കപ്പോൾ എണീക്കാം വാ. സോ ഞാൻ ദേ പെട്ടെന്ന് എണീറ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് മേല് കഴുകിയിട്ട് കുഞ്ചു പറഞ്ഞു ഇന്ന് ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇവിടെ തന്നെ ജിമ്മുണ്ട്. അപ്പം ക്വിക്ക് വർക്കൗട്ട് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മസ്റ്റ് ആണെന്നാണ് കുഞ്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. ഇവിടെ എന്താ പറയുക, ഇപ്പം ഈ ഒരു ദിവസമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരിക്കും ഫിലിം സിറ്റിയിൽ നിന്ന് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ജിമ്മ് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേഗം ഫിലിം സിറ്റി ടൂർ പോകാനാണ് പ്ലാൻ. എന്താ ടൈമിംഗ് ഒക്കെ ഇവിടെ റെഡിയാക്കി ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വർക്കൗട്ട് മുഖ്യം ബിഗിലേ. ഓക്കെ, അപ്പോൾ എന്താണ് എനിക്ക് വിഷ് ചെയ്യും? ഉറക്കത്തിലുള്ളതൊന്നും പറ്റില്ല, ഇപ്പൊ പറ. ഹാപ്പി ആനിവേഴ്സറി ടു അസ്. ഹാപ്പി ആനിവേഴ്സറി. എന്ത് നല്ല ആനിവേഴ്സറി. നമ്മൾ എന്തൊക്കെ പ്ലാനായിരുന്നു, ജയ്പൂർ പോകണം, ഇങ്ങനെ 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 എന്ന് പറഞ്ഞിട്ട് നമ്മള്, പക്ഷെ നമ്മൾ ഹൈദരാബാദ് വരെ എത്തി. നമ്മൾ എത്തിയില്ലേ? ഞാൻ പറയട്ടെ, നമ്മള് എന്താ പറയാ, അപ്പൊ ഈ ആനിവേഴ്സറി സ്പെഷ്യൽ ആണോ അല്ലയോ? അതെ, ഇപ്പൊ 1 ഇയർ ആയില്ലേ, സ്പെഷ്യൽ ആണല്ലോ. ഇതുപോലെ കുറെ ആനിവേഴ്സറികൾ ഉണ്ടാവട്ടെ. ഇതിങ്ങനെ പിടിക്കുക ഒരു കൈ കൊണ്ട്, അങ്ങനെ 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 പിടിക്കുക, മാറ്റരുത്. ഹാപ്പി ആനിവേഴ്സറി, ഐ ലവ് യു. അപ്പൊ ഇനി ജിമ്മിൽ പോണല്ലോ. ജിമ്മിൽ പോവാതിരിക്കാൻ പറ്റുമോ? എന്നെ കൊല്ലാതിരിക്കാൻ. ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ജിം വർക്കൗട്ട് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആനിവേഴ്സറി ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നടക്കൂ? ഫുഡ്, കറക്കം, ഗിഫ്റ്റ്? അതാ പറഞ്ഞ, ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഗിഫ്റ്റ് ഉണ്ട്, കറക്കമുണ്ട്, ഫുഡ് ഉണ്ട്. ഫുഡ് എനിക്കറിയില്ല, ഫുഡ് എൻ്റെ കയ്യിലല്ല, കാരണം എന്റെ സ്ഥലമല്ലോ. പിന്നെ ഇവിടുന്ന് പിന്നെ വെളിയിൽ ടൗണിൽ പോകണമെങ്കിലും 1 മണിക്കൂർ 2 മണിക്കൂർ മിനിമം ആണ്. നമുക്ക് ചാർമിനാറൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ ഡ്രസ് മാറിട്ടോ ജിമ്മിൽ പോവാം. സി, ഇതാണ് മഞ്ഞ്. ഇത് ഊട്ടിയാണോ? അല്ല. കൊടൈക്കനാലാണോ? അല്ല. കശ്മീരാണോ? അല്ല, ഹൈദരാബാദാണ്. അതെ, അവിടെ ഇത്രയും മഞ്ഞ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല രസം. പക്ഷെ നമുക്ക് തണുപ്പ്, നമുക്ക് അധികം അങ്ങനെ ഭയങ്കര തണുപ്പൊന്നും തോന്നുന്നില്ല. പക്ഷെ മഞ്ഞ് കാണാൻ നല്ല രസമുണ്ട്. ഇപ്പൊ സോങ് ഷൂട്ട് ചെയ്താലോ?
സോങ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. ഞാനും ഹീറോവും കൂടിയുള്ള ഡാൻസ് മഞ്ഞിൽ നടക്കട്ടെ എന്ന്. വണ്ടി വരുന്നതിന്റെ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. നോക്ക എന്ത് മഞ്ഞാണെന്ന്. ഞാൻ അടുത്തൊന്നും ഇങ്ങനത്തെ മഞ്ഞ് കണ്ടിട്ടില്ല കേട്ടോ. നമ്മള് ആ മൂന്നാറിലൊക്കെ പോയിട്ട് ഇതൊക്കെ മഞ്ഞില് കാണുന്നില്ല. നമ്മൾ ഇതേപോലത്തെ മഞ്ഞ് ആഗ്രഹിച്ചാണ് മൂന്നാറിൽ പോയത്. അവിടെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇപ്പോൾ നമ്മൾ ഹൈദരാബാദിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. അതും നമ്മളുടെ അതും ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് പ്രകൃതി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. കണ്ടോ, അപ്പുറത്തെ ആൾക്കാർ നടന്നു വന്നാൽ കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഓണം പോയി തീർന്നു വെച്ചാ അങ്ങനല്ല, എങ്ങോട്ട് പോകേണ്ട അങ്ങനെ തിരിച്ച് എങ്ങനെ വരും? ഒന്നാമത് വഴി അറിയത്തില്ല, തിരിച്ചെങ്ങോട്ട് പോകും? മാപ്പിടും, ഗൂഗിൾ മാപ്പ് എന്നിടും സിത്താര. പക്ഷെ തണുപ്പുണ്ടോ കുഞ്ചുന്? എനിക്ക് പക്ഷെ തണുപ്പ് അങ്ങനെ തോന്നുന്നില്ല. ബേരബിൾ. ഈ സ്ഥലത്ത് ഇപ്പൊ നോക്കിയേ, ഒരു സോങ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലേ അല്ലേ? കാണാൻ പറ്റണ്ടേ ഷൂട്ട് ആണെങ്കിൽ? ഓ, അപ്പൊ എന്തിനായിരിക്കും ആൾക്കാർ പറയുന്നത് റിയൽ മഞ്ഞ് രാവിലെയൊക്കെ വാ ഷൂട്ട് ചെയ്യാൻ ഫോഗിന്റെ ഇടയിൽ നിന്നൊക്കെ? ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റേ നമ്മൾ ചില ഷൂട്ടിന് ഫോഗ് മറ്റേ ഇത് ചെയ്തില്ല, സ്മോക്ക് എടുത്തില്ലേ, അത്രയും മതി. ചെറുതായിട്ട് മതി. ചെറുതായിട്ടാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് കാണാനാണ്? ഒന്നും കാണാൻ പറ്റില്ല. അങ്ങോട്ടൊക്കെ അവിടെ ആരെങ്കിലും വരുന്നുണ്ടോന്ന് പറയാൻ. നമ്മുടെ ഹോട്ടൽ കഴിഞ്ഞോ? താഴെ പോയിട്ടാണ്. സോ യെസ്, നമ്മൾ ആനിവേഴ്സറി സ്പെഷ്യൽ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് കേക്ക് ഇങ്ങനെയല്ലേ ബേബി? ഇതല്ലേ? എനിക്കറിയില്ല. ഇവിടെ हाँ, ये यहाँ ना यहाँ किधर भी आप बीच में डाल दीजिए ना अच्छे से. फोटो वीडियो करना. കത്തിച്ചു നോക്ക്. I don't know what will happen, but അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ബേബി. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു, താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ സർപ്രൈസ്? ലോകത്ത് എവിടെയാണെങ്കിലും ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് നല്ലതായിരുന്നല്ലോ. തൊട്ടപ്പുറത്ത് കട്ടിയട്ടെ, ആവശ്യമില്ല. തൊട്ടപ്പുറത്ത് മുമ്പ് കേക്ക് കട്ടിയതായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ കേക്ക് കട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു കേക്ക് കൊണ്ടുവന്ന് വിചാരിച്ചു നീ ആയിരിക്കും കൊണ്ടുവന്നത്. എന്നിട്ട് നീ മിണ്ടാണ്ടിരുന്നു. അഭിനയം എന്നോട് ചോദിച്ചു, അപ്പോഴും ഞാൻ അഭിനയിച്ചു. ഹൗസ് മൈ ആക്ടിങ്? സൂപ്പറായിട്ട്. രാവിലത്തെ ഷുഗറെല്ലാം കയറ്റി
അതൊന്നും കുഴപ്പമില്ല, ഇന്ന് എന്തും ആവാം. താങ്ക് യു സോ മച്ച്. ലവ് യു. കഞ്ചു, ഗിഫ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർ യു റെഡി ടു തരൂ, ഗിഫ്റ്റ് തരൂ. റിസീവ്? യാ. എന്തായിരിക്കും? ചോദിച്ചാൽ എനിക്കറിയില്ല. കുറെ പ്രാവശ്യം ചോദിച്ചു, ഞാൻ ഒന്നും പറഞ്ഞില്ല. അതെ, അതുകൊണ്ട് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. പിന്നെ ഞാൻ കുഞ്ചു വേണ്ട 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 എന്ന് പറഞ്ഞൊരു കാര്യമാണ് മേടിച്ചത്. ഗോൾഡ് ബ്രേസ്ലെറ്റ്. പി എന്നുള്ള ലെറ്റർ ഉണ്ട്. പണ്ടൊരു മാല ഉണ്ടായിരുന്നു. ആ, പി എന്നുള്ളത് അമ്മ പറഞ്ഞു. ഇപ്പോഴും ഉണ്ട്, അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇനി മുതൽ എനിക്കാണ് അമ്മ പറഞ്ഞത്. എനിക്ക് പി വേണം. അല്ല, പ്രേം. അമ്മ പറഞ്ഞു കുഞ്ചു ഇടില്ല, അതുകൊണ്ട് എന്താ പറയാ, സ്വാസിക ഇട്ടോന്ന് പറഞ്ഞു. ഇതും അതുകൊണ്ടാണ്, കുഞ്ചു വേണ്ട, ഞാൻ ഇടില്ല, ഞാൻ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ മേടിച്ചത്. പി. പക്ഷെ ഇത് ഇടയ്ക്കൊക്കെ ഇടാം, എപ്പോഴും ഇട്ടില്ലെങ്കിലും. ഇപ്പോൾ ഫോൺ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ഇട്ട് തരാൻ പറ്റില്ല, ഞാൻ പിന്നെ ഇട്ടുതരാം. അത് ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇടണം കേട്ടോ. ഇന്നിടണം എന്തായാലും. ഓ, ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്തത് ഇത്. ഉണ്ട്, ഇത് കുഞ്ചുവിന് യൂസ്ഫുൾ ആകും. യാ, ഇത് പിന്നെ എപ്പോഴും ഉപയോഗശൂന്യം അതല്ലാത്തതാണല്ലോ, ഉപയോഗിക്കാലോ. വാട്ട് എ ഹാൻസം. അതെ, യാ. ഗോൾഡ് അതും ഇടണം, ഇതും ഇടണം. എനിക്ക് വേണം. പൊട്ടത്തിയോ? ഏത് കവറ്? ഓ, അതിനകത്ത് തന്നെയാണോ ഉള്ളത്? ശരി, അപ്പൊ ഇത് പിടിച്ചോ. തരൂ തരൂ. അപ്പോ നമ്പർ 1 പിടി. കണ്ണു തുറക്കണം. തുറന്നോ? വൈറ്റ് കുപ്പിവള. സ്കൈ ബ്ലൂ. ഞാന് കുഞ്ചുനോട് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് കുപ്പിവള, മുല്ലപ്പൂ, അതുപോലെ വേറെ കരിവളയാണ് പറഞ്ഞത്. ഒരു കളർ കൂടെ ഉണ്ടതാ, ഇതും ബ്ലൂ തന്നെ, രണ്ടും ബ്ലൂ വ്യത്യാസമുണ്ട്. Oh my god. Yes. ഓ, ഇപ്പൊ കൊറേ അങ്ങനെ എല്ലാ കടയിലൊന്നും കുപ്പിവള കിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കുഞ്ചുനോട് പറഞ്ഞു, ഈ കുപ്പിവള ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വീട്ടിലുണ്ട് കൊറേ കളറ്, പക്ഷെ ബ്ലൂ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. വൈറ്റ് ഒന്നും എനിക്കില്ല. ഇത് നോക്ക്, കറക്റ്റ് എന്റെ ഡ്രസ്സിന് എങ്ങനെ മാച്ച് ആയി. ഇത് കിട്ടാൻ വേണ്ടി പാടാ. എനിക്കറിയാം എത്ര കടകൾ പോയതറിയോ. അച്ചോടാ, ഇതാണ് എനിക്ക് കുഞ്ചുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെന്നെങ്കിലും മേടിച്ചു തരും. ഇതുകൊണ്ട് കമ്മലാണോ? ഇവിടെ ഇത് മൂക്കുത്തി. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വള, മൂക്കുത്തി. ഹാപ്പിയല്ലേ? നല്ല ക്യൂട്ട് മൂക്കുത്തി. ഒന്ന് പേളിന്റെ മൂക്കുത്തി കേട്ടോ. ഇതെനിക്ക് ഇല്ലാത്തൊരു സാധനമാണ്, ഇങ്ങനെ ഹാങ്ങിങ് ഉള്ളത്, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. പിന്നെ ഒന്ന് ഇതാ ബ്ലാക്ക്. അങ്ങനെ ഓടിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ഇതാ ബ്ലാക്ക് മൂക്കുത്തി. ഇന്നൊരു കലക്ക് ഞാൻ കുപ്പിവളയും മൂക്കുത്തിയൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കളേഴ്സൊക്കെ ഞാൻ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. താങ്ക് യു. അപ്പോൾ ഹാപ്പി ആയല്ലോ. ഡബിൾ ട്രിപ്പിൾ വേറെന്താണ്? അത്രേ ഉള്ളൂ. ഡബിൾ ട്രിപ്പിൾ ഹാപ്പി. ബെസ്റ്റ് ഗിഫ്റ്റ്. ഇനി അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് മുല്ലപ്പൂ. ഓക്കെ, എവിടെയാണെങ്കിലും മുല്ലപ്പൂ കൊണ്ടെത്തിക്കണം. നമുക്ക് ചലിക്കാം. മൂക്കുത്തി ഇടട്ടെ. മൂക്കുത്തി ഇപ്പൊ എന്താ അറിയോ, മറ്റേ സിൽവർ ഇട്ടിട്ട് ഈ സ്വർണത്തിന്റെ മറ്റേ തടിയുള്ള ഭാഗം ഇടുമ്പോ ഭയങ്കര പാടാ. ഗൈസ്, ഇതെനിക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യും, എന്നിട്ട് ഞാൻ ഇടും.
ഇതിലിപ്പോൾ എനിക്ക് ഒറ്റ ഇതിലിടാൻ പറ്റും തോന്നുന്നില്ല. കയറുമോ എഴുതത്തോളാ. പക്ഷെ ഞാൻ കേട്ടാ എങ്ങനെയുണ്ട്? സൂപ്പർ. ബ്ലാക്ക് എനിക്ക് ചേരുന്നില്ലേ? ഉണ്ടല്ലോ. പക്ഷെ കറുത്ത വലിയ പൊട്ടെടുത്തില്ലോ. കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇതിന് കൂടെ മാച്ച് അതാണ്. ഇത് കാണുമ്പോ എന്നെ ഇപ്പൊ പ്രീച്ചിട്ടുമ്പോ പറയും പാറു അതൊക്കെ കൊണ്ടുവരേന്ന് പറയും. കുപ്പിയോളയുടെ ആളാണ് പ്രീച്ചിട്ടുമ്പോ. യെസ്. അപ്പൊ എന്റെ ഗിഫ്റ്റ് ഒന്നും അല്ലാതായിപ്പോയി. സാധാ ഗിഫ്റ്റ് എക്സൈറ്റിംഗ് അല്ല. ഇതാണ് പക്ഷെ ഡ്രസ് എനിക്ക് ഞാൻ ഇന്ന് ഈ ഡ്രസ് ഇടാൻ എന്താണ് കാരണം? ബൈ അല്ല ബൈ അല്ല ബാ പോവാം. സിറ്റി ടൂർ ആരംഭിച്ചിരിക്കുകയാണ്. സിറ്റി ടൂർ അല്ല സ്റ്റുഡിയോ ടൂർ. സിറ്റി ടൂർ അതല്ലേ ഫിലിം സിറ്റി ടൂർ. അങ്ങനെ ആദ്യത്തെ നമുക്ക് അവിടെ പോയി നോക്കണം. ഞാനുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് മാത്രം കേട്ട. ഞാൻ ആദ്യം അവിടെ പോയിട്ട് നോക്കിയിട്ട് പറയും. അതനുസരിച്ചിട്ട് എന്റെ കൂടെ തരാം. ഡീൽ യാ നോ ഡീൽ. ബസ്സിലാരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഈ സ്ഥലത്തായിരുന്നു കല്യാണം. മൊത്തം ചെയറൊക്കെ ആയിരുന്നു. പിന്നെ ഇതും കല്യാണ സെന്ററാണ്. സൽമാൻ ഖാൻ ഏതോ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഹിന്ദി സിനിമയും ഈ ഒരു സ്ഥലത്താണ്. ഇതിന്റെ പേരാണ് ജയ്പൂർ പാലസിന്റെ റെഫറൻസിൽ അടുത്ത കല്യാണം വരാൻ പോകുന്നുണ്ട്. പണക്കാരും കല്യാണം നടത്താറുണ്ട്. എല്ലാ പണക്കാരെല്ലാം കല്യാണം ഇവിടെ നടത്താറുണ്ട്. അപ്പം ബസ് കയറി പോകാൻ ഒരുങ്ങുകയാണ്. इंसान सिंगम रिटर्न दबंग 2 इंडियन पुलिस फोर्स ऐसा बहुत मूवी शूट हो चुके हैं जगह पे. తెలుగు మూవీ జనతా గ్యారేజ్, రేస్ గుర్రం, జులై, కంతిరి, భగవంత్ కేసరి చాలా మూవీలు చూడొచ్చండి. మార్కెటింగ్ सीन, बाजार सीन, ओल्ड सिटी सीन पूरा दिखाते इसके अंदर. बस ముందు చూడండి. बस के सामने देखिए फ्रंट साइड वॉल दिख रहा है ना, दीवार गोड़ కనబడుతుందా? गेट पे ऑफ इंडिया फ्रंट साइड देख सकते हैं. मूव में दिखाते हैं गेट पे ऑफ इंडिया इधर. അനുഷ്കയുടെ കെട്ടിരിക്കുന്നല്ലേ? അനുഷ്കയുടെ ജയില് അവിടെ. അനുഷ്ക മറ്റേ കൈ കെട്ടിയിട്ട് വരുന്നത് ജയിലൊക്കെ അവിടെ. ജയിൽ താഴെ ആ ജയില്. ആരും ഉണ്ട് ഓൾറെഡി. സാധനം കിട്ടിടക്കാൻ പോവാ. നടന്ന് 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 വെയിലത്ത് നടന്ന് വിശന്ന് വലഞ്ഞ് നമ്മൾ കച്ചോരി. അയ്യോ ചൂടാണോ? അയ്യോ ഞാൻ ഊതി തന്നില്ല. ഊതി ഒന്നോടെ ടേസ്റ്റ് ഉണ്ട്. ഹെൽത്തിയാണ് കേട്ടോ. മറ്റേ നമ്മുടെ വെള്ളക്കടല ഇട്ടിട്ടുള്ള ഒരു കച്ചോരി ചാറ്റാണ്. ബാഹുബലി സെറ്റ് കണ്ടു, യൂറോപ്യൻ സിറ്റിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ക്ഷീണിച്ചിട്ട് നല്ല വെയിലും ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ചു ലസ്സി കുടിച്ചു, ഞാൻ ഇത് കഴിക്കുന്നു. അപ്പം അങ്ങനെ ഞങ്ങളുടെ ആനിവേഴ്സറി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 1 ഇയറിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ യാത്രയാണ് പോയിരിക്കുന്നത്. ഞങ്ങൾ ഷൂട്ടില്ലാത്ത സമയത്ത് ഗ്യാപ്പ് കിട്ടുമ്പോൾ യാത്ര പോകുമ്പോൾ നമ്മൾ മെയിൻ സംഭവം ഇതുപോലെ നല്ല നല്ല ഫുഡ് കഴിക്കുക, ഫോട്ടോസ് എടുക്കുക, നല്ല സ്ഥലത്ത് പോവുക, അത് കാണുക. ഞങ്ങൾ രണ്ടുപേരും നല്ല ഫുഡ് ഇഷ്ടപ്പെടുന്നവരുമാണ്, യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്, ആൻഡ് നന്നായി ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്.
അപ്പോൾ ഇവിടെ വന്നേ ഉറക്കും, ഞാൻ ഉറങ്ങില്ല. ഫുൾ ഡേ ഉറക്കാൻ. അത് അതുകൊണ്ടല്ല കുഞ്ചു നന്നായിട്ട് ഉറങ്ങാത്തതെന്ന് വെച്ചാൽ കുഞ്ചു ഭയങ്കര ചെറിയ സൗണ്ടിന് വരെ ഡിസ്റ്റർബ് ആവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉറക്കം പോകും. ഞാൻ അങ്ങനെ ഇല്ല. ഞാൻ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളെന്ന് ഉദ്ദേശിച്ചത് റെസ്റ്റ് ചെയ്യാം. ഞങ്ങളിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പം നന്നായിട്ട് റെസ്റ്റ് ചെയ്യും അല്ലേ. ഈ ഒരു വർഷത്തിൽ കുഞ്ചുവിന് എന്താണ് ഒരു ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം എന്താണ്? ഇതൊരു മാറ്റമല്ലേ അല്ലേ? ഓ ആയതൊന്ന് പറ. ആണല്ലോ, കല്യാണം കഴിച്ചല്ലോ. അതുകൊണ്ട് കല്യാണം കഴിച്ചപ്പം പണ്ടൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നീ ഇടയ്ക്ക് കഴിക്കുന്നത് സംസാരിക്കുന്നുണ്ടെങ്കിലില്ല, ഫുൾ ടൈം കഴിക്കണമെന്നില്ല. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പം അങ്ങനെയല്ലോ, അതിൻ്റെ കാര്യം നോക്കണ്ട. അത് ഭാരം. അതാണ് മാറ്റം. ഞാൻ മാറ്റുന്ന ഉദ്ദേശിച്ചത് അതല്ല ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഇങ്ങനെയൊക്കെ മാറി തരുന്നത് ഒരു മാറ്റമല്ലേ? ഇവിടെ കൊണ്ട് അല്ലേ? അതൊരു മാറ്റമല്ലേ? കുഞ്ചുനും ആരെങ്കിലും മാറി തരാറുണ്ടോ? ആ അപ്പൊ ഞാനെല്ലാം അല്ല, ഞാനിങ്ങനെ വാരി തരുന്നത് അതൊരു മാറ്റമല്ലേ? ആ അപ്പൊ അത് പറയാനേ പറഞ്ഞ. എനിക്കുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഭയങ്കര എല്ലായിടത്തും പോകുമ്പോൾ ഭയങ്കര സ്പീഡിൽ നടക്കുന്ന ആളായിരുന്നു. അപ്പം ഇപ്പം എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പം എൻ്റെ നടത്തത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു. എപ്പോഴും ഇങ്ങനെ ഞങ്ങൾ കൈ കാണിക്കും. എപ്പോഴും ഞങ്ങളിങ്ങനെ കൈ പിടിച്ച് പോകുന്നത് അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നടക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കും. അതെ, അപ്പോൾ എൻ്റെ സ്ലോ മോഷനുമായി മറ്റു ഞാൻ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ സുരേഷ് ഗോപി എന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് കൈ വീശി നടക്കും. പക്ഷെ ഇപ്പം എൻ്റെ കൈ വീശലത് കുറഞ്ഞിട്ട് ഞാനിങ്ങനെ കൈ ഇങ്ങനെ എപ്പോഴും ഹോൾഡ് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ നടക്കുക. പിന്നെയുള്ള മാറ്റം എന്താ? ഇത് പറ. ഫുഡ് കഴിക്കുന്ന മാറ്റമില്ല. ഞാനിപ്പോൾ കുഞ്ചിൻ്റെ കൂടെ കൂടി പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. അത് ഹെൽത്തി ഡയറ്റ് ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും എല്ലാം കുഞ്ചു ഭയങ്കര എന്താ പറയുക, എല്ലാം കഴിക്കും. പക്ഷെ വളരെ കുറച്ച് കഴിക്കുള്ളൂ. നമ്മളെന്താ വാരി വലിച്ച് ചില സമയത്ത് കഴിക്കും. അപ്പോൾ അത് നിർത്തിയിട്ട് എല്ലാ സാധനങ്ങളും കഴിക്കുമ്പോഴും കുറച്ച് കഴിക്കാനൊക്കെ എന്നെ പഠിപ്പിച്ചു. ഗുഡ് ബോയ്. ഞാൻ എന്ത് പഠിപ്പിച്ചു? ഞാൻ ഒരു തേങ്ങയും പഠിപ്പിച്ചില്ല. എന്താ പഠിപ്പിച്ചോ? എനിക്ക് മാറ്റം ഞാനെന്ത് പഠിപ്പിക്കാനോ? എനിക്ക് കിട്ടിയത് പെർഫെക്റ്റ് അല്ലേ? പെർഫെക്റ്റ്. അപ്പം കഴിക്കാം. ഓക്കെ, അപ്പോൾ ബോയ്. അടുത്ത ലൊക്കേഷനിൽ കണ്ടു. അപ്പോൾ നമ്മൾ ഫിലിം സിറ്റി ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു. നല്ല വെയിലായതുകൊണ്ട് ബസ് വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നടന്ന് പോവാണ്. അത് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നതാണ്. നമ്മളിപ്പോൾ എത്ര ഇപ്പൊ ആൾക്കാർ ഫില്ല് ആവണ്ടേ? ആള് കയറിയ മൊത്തം ആൾക്കാർ ഇപ്പോൾ 2 പേരല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇനി 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ നടന്നു പോവാണ്. ഞങ്ങളുടെ ഹോട്ടൽ 600 മീറ്റർ ഉള്ളൂ. എനിക്ക് അപ്പോൾ ഞാൻ ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യം എന്താ അറിയോ? ഇനിയാണ് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ക്വസ്റ്റ്യൻ. എന്താണ് ഈ 1 ഇയറിൽ കുഞ്ചു ടോളറേറ്റ് ചെയ്തത് എന്നെ കൊണ്ട്? ടോളറേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതായത് ഇപ്പോൾ കുഞ്ചുവിന് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് വേണ്ടി ഓക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നു. ആ ബസ് പേര് വഴി വന്ന് അതാണോ? അല്ല, അതുകൊണ്ടല്ല, വഴി തെറ്റി നോക്കട്ടെ. മിനിറ്റ്. ഇനി എന്നെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ 1 ഇയറിൽ എന്താണ് ഇഷ്ടപ്പെട്ടത്? റീസൺ പറ. ഇഷ്ടപ്പെട്ടത് റീസൺ കുടിച്ചെടുക്ക്. അതൊക്കെ റീസൺ. ലബ്ബർ പന്ത് ഡയലോഗ് കോപ്പി അടിക്കാതെ. അത് ശരിയാട്ടോ, ചെല്ലത്തിന് റീസൺ ഇല്ല. ക്രിക്കറ്റ് ഇതിന് പിടിച്ചിരുന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞ ഡയലോഗാണ് പിടിച്ചെടുക്കുക, അതൊക്കെ റീസൺ. അപ്പം അതുപോലെ ആയാലും ചില കാര്യങ്ങൾ. പക്ഷെ എന്റെ സ്വഭാവം എന്താ? ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഇതാണ് പ്രശ്നം. ഇതാണ് ടോളറേറ്റ് ചെയ്യുന്നത്. 100 വട്ടം ചോദിച്ചോണ്ടിരിക്കും. അതെല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല, അതങ്ങ് പറഞ്ഞാൽ മതി. കുറെ ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ മതി. എപ്പോഴൊന്നും പറയാൻ പറ്റില്ല. പിന്നെ പറയാൻ പറ്റില്ല. പിന്നെ വിലയൊന്നും പോവില്ല. എല്ലാത്തിനും ഓരോരോ ഇതുണ്ട്. അപ്പോൾ നമ്മളിനി റൂമെത്തി, ഹോട്ടലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മള് റെസ്റ്റ് എടുത്തിട്ട് സിറ്റി പോകും. മോൾ സിറ്റിയിലേക്ക് പോവാം.
കുപ്പി വിളക്കിലിങ്ങട്ടെ. കുറെ മലയാളീസിനെ കണ്ടു. അവരെല്ലാരും ഇതെന്താ ചേച്ചി നിറച്ച് വളയൊക്കെ ഇട്ട് വന്നിരിക്കണെന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ സിറ്റി അല്ല, ഇനി അവിടെ വെച്ച് കാണാം. ബൈ. സോ നമ്മളിവിടെ ചൗ മഹലിൽ വന്നിരിക്കുകയാണ്. അതൊരു പഴയ പാലസാണ്. അപ്പോൾ ഇവിടെ പഴയ രാജാക്കന്മാരുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും. അപ്പോൾ അകത്ത് വീഡിയോ അലൗഡ് അല്ല, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അതേ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പോവാണ്. ഫോട്ടോ കിട്ടുമ്പോൾ അത് അപ്ലോഡ് ചെയ്യാം ഇൻസ്റ്റയിൽ. വാ. പൂച്ച പോകുന്നുണ്ട്. ഒരു നിഗൂഢത പോലെ പൂച്ച ഇങ്ങനെ ഓരോ ഡോർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തല്ലേ പഴയത്, പക്ഷെ അവരത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. പക്ഷെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് ആക്ച്വലി. ഇത് പഴയ ലുക്ക് ഉണ്ടെങ്കിൽ പോലും അകത്തെ ഫെസിലിറ്റീസ് എല്ലാം ഭയങ്കര നീറ്റാണ്. നീറ്റാണ്. പഴയ ലുക്ക് അവർ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതായിരിക്കും. അതെ അതെ. പക്ഷെ വൃത്തിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അടിപൊളി. ആൻഡമാനിൽ മറ്റേ ജയിലിൽ പോയതുപോലുണ്ടല്ലോ, കാലാപാനി പോയതുപോലുണ്ട്. പഴയ കൊട്ടാരം പോലത്തെ സ്ഥലങ്ങൾ. ചൗമല്ല. നമ്മൾ ആ ദർബാർ ഹാളിൽ എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഫുൾ മറ്റേ മാർബിൾ ഇട്ടിട്ടുള്ള സംഭവം. സോറി എല്ലാവരും ഫോട്ടോ എടുത്തിരിക്കും. ഇവിടെ നിന്ന് ഗോൾഡ് പെയിന്റഡ് ആണ്. ഗോൾഡ് പെയിന്റ് വുഡിലല്ലേ? ഗോൾഡ് പെയിന്റ് ബേസ്. ലൈറ്റിംഗ് ഒക്കെ എന്ത് രസമാണ്. ഈ ലൈറ്റൊക്കെ നല്ല വില പഴയതല്ലേ? പഴയ ഷൂ, തൊപ്പി. പഴയ ഷൂ, പഴയ തൊപ്പി. നിസാം 7. അതല്ലേ പണ്ടത്തെ തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ ഇടുന്നത്. പുതിയതായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഈ കാരണം ഈ മെറ്റീരിയൽസ് തന്നെയാണ് ആണുങ്ങൾ ഇപ്പോഴും ഇടുന്നത്. ആണുങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ഇന്നോവേഷനും കൊണ്ടുവന്നിട്ടില്ല. പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര സ്റ്റൈലിസ്റ്റ് മറ്റേത് ആണെന്നൊക്കെ പറയും. ഈ പിള്ളേരുടെ ഡ്രസ്സ് വരെ ഇപ്പോഴും ഇതൊക്കെ തന്നെ. ഇതൊക്കെ അമ്മ കണ്ടാല് അമ്മയ്ക്കങ്ങ് ഇഷ്ടപ്പെടും. അല്ല, പക്ഷെ ഇത് നോക്ക്, പഴയ കാലത്തെ ഡിസൈൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇതുപോലത്തെ ഡിസൈൻസ് അല്ലേ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മിക്ക സ്ഥലത്തും കാണാം ഈ വൈറ്റ് കളർ കോംബോ. ഇതെല്ലാം ഇപ്പോഴും ഉണ്ട്. ഇത് വാളും പരിചയല്ലേ? ഒന്ന് വെട്ടാൻ തോന്നുന്നു ആരെങ്കിലും ചുമ്മാ. കുഞ്ചിന്റെ ക്രേസിനെ കുറിച്ച് പറ. ഗൺസിനൊക്കെ ഭയങ്കര ക്രേസാണ്. ഗണ്ണ് ഞാൻ പണ്ടൊക്കെ കൊച്ചിലേക്ക് ആ സമയത്ത് ഗൂഗിൾ സമയത്ത് ഇങ്ങനെ സെർച്ച് ചെയ്യും ഗൺ ടൈപ്സ് ഗണ്ണൊക്കെ. ഉപയോഗിക്കാൻ വേണ്ടിയൊന്നുമല്ല, ചുമ്മാ അതിനോടുള്ള ക്രേസ്. ഗൺസ് ആ സമയത്ത് ക്രേസ്. തോക്കാണുമ്പോൾ ആ ഒരു ഇഷ്ടം വന്നു. ഇതൊക്കെ എന്താ ഈ തോക്കിന്റെ പേരൊക്കെ അറിയോ? അതൊന്നും എനിക്കറിയില്ല. സിംഗിൾ ബാരൽ ഗണ്ണാണ്. സിംഗിൾ ബാരൽ ഗണ്ണ്, സിംഗിൾ ബാരൽ, ഡബിൾ ബാരൽ. എനിക്ക് അതിൻ്റെ ആ സമയത്ത് എനിക്കറിയാം. ഇപ്പം എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ല. നൈസ്. എന്നാ അതിന്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് തരാമോ? റോൾസ് റോയ്സ് പഴയ റോൾസ് റോയ്സ്. ഇതോ എല്ലാം റോൾസ് റോയ്സിന്റെ വെറൈറ്റി എന്ന് തോന്നുന്നു. റോൾസ് റോയ്സ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ രാജാവിൻ്റെ റാണിയുടെ രൂപത്തിലെടുത്ത ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. കൊള്ളാല്ലേ? ഓ അയ്യോ, അതും ആ പ്രിന്റും പഴയ രീതിയിലെ പ്രിന്റാണ്. അതെ അതെ, അടിപൊളി. കുഞ്ചിന് നന്നായി ചേരുന്നുണ്ട് ആ ഡ്രസ്സ്. ഞാൻ പണ്ട് രാജാവായിരുന്നു. കിങ് ഖാനെ പോലെ ഉണ്ട്. കിങ് ഖാനെ പോലെ അല്ല, കിങ്.
അതെ, വെറും കിങ് മോൾ. വെറും കിങ്. ദേ ബ്ലാക്ക് ആൻഡ് Black and വൈറ്റ്. white. അച്ചോ. നമുക്കതൊക്കെ ഇനി ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാം. യാ. യെസ്, ഇവിടെയാണ് നമ്മൾ AMD മോൾ, മഹേഷ് ബാബുവിന്റെ മോളാണ്. രാവിലെ ഞാൻ അതായത് ഞങ്ങള് കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഒറ്റയ്ക്ക് പോയ സ്ഥലം ഒന്ന്, ഞാൻ ഫിലിം സിറ്റിയിലെ ഷൂട്ടിന് പോയി. അപ്പോൾ അതിൻ്റെ വിശേഷം കുഞ്ചുനോട് പറഞ്ഞു ഇന്ന് കുഞ്ചുനെ കൊണ്ടുപോയി. കല്യാണത്തിന് മുമ്പ് കുഞ്ചു ഹൈദരാബാദ് വന്നിട്ട് എവിടെ വന്നു? ഈ മോളിൽ വന്നു. AMB മോളിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനപ്പം AMB മോളിലേക്ക് കൊണ്ടുപോകും. ഇവിടുത്തെ വിശേഷങ്ങൾ എന്നെ കാണിക്കാം. ഇത് മഹേഷ് ബാബുവിന്റെ മാളായതുകൊണ്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും ഇല്ല, നമുക്ക് ചുമ്മാ മോള് കണ്ടു. ഇപ്പൊ ഫുഡ് കഴിക്കണം. ആൻഡ് ഫുഡ് ബിരിയാണി, എന്താ പിസ്ത ഹൗസ് അത് ഫേമസ് ആണ്. അവിടെ നിന്ന് ഞങ്ങൾ ബിരിയാണി കഴിക്കും. പാരഡൈസും പിസ്ത ഹൗസും ഫേമസ് ആണ്. പിസ്ത ഹൗസ് കഴിച്ച് നോക്കാമെന്ന് വിചാരിക്കണം. നോക്കട്ടെ, ഫുഡ് കോർട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ്. എല്ലാം കുഞ്ചു പറഞ്ഞു കേട്ടിട്ടാണ്, എൻ്റെ ഒന്നുമില്ല. കൊള്ളില്ലെങ്കിൽ all credit goes to you. വാ കഴിക്കാം. Starbucks. കഴിക്കുന്ന കണ്ട എങ്ങനെയുണ്ട് ബിരിയാണി? കൊള്ളാം. പിസ്ത ഹൗസ് ബിരിയാണി നല്ല ഫ്ലേവർ. ഞാൻ മട്ടൻ, കുഞ്ചു ചിക്കൻ പറഞ്ഞു, രണ്ട് നല്ലതാണ്. സെലക്ഷൻ അടിപൊളി. ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കുന്നത് മസ്റ്റാണ്. അപ്പം നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല ഇത്, വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. പിന്നെ ഇവർ ഈ ബിരിയാണിയുടെ കൂടെ തരുന്നൊരു ഗ്രേവി ഉണ്ട്, ബ്രിഞ്ചൽ ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഗ്രേവിയാന്ന് തോന്നുന്നു. അതും നല്ലതാണ്. നമ്മൾ പ്രതീക്ഷിക്കാം, നമ്മളെപ്പോഴും അച്ചാറും പിന്നെ സാലഡും ഒക്കെ അല്ലേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഗ്രേവി ഉണ്ട്, അതും കൊള്ളാം. അടിപൊളി. എൻ്റെ പ്ലേറ്റ് നോക്കൂ, ലുക്ക് അറ്റ് മൈ പ്ലേറ്റ്, ഓൾമോസ്റ്റ് തീരാറായി. കുഞ്ചുവിൻ്റെ പ്ലേറ്റ് നോക്കൂ. ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ. ഇത്ര ചെറിയ സാധനമാണ്. ചോറൊക്കെ ആവശ്യത്തിന് കഴിച്ചാൽ മതി. പ്രോട്ടീൻ ആണ് കൂടുതൽ കുറച്ച് കിട്ടുന്നത്. ചിക്കൻ തന്നെ കഴിച്ചല്ലോ, മുട്ട കഴിച്ചല്ലോ. എന്നാലും നമ്മൾ കഴിക്കാലോ, വല്ലപ്പോഴും അല്ലേ. എല്ലാ ഫുഡും കുഞ്ചു ബാക്കി വെക്കും. ഞാനവിടെ എല്ലാം കഴിച്ചിട്ടുണ്ടോ? എനിക്ക് എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് അറിയില്ല. ഞാൻ കണ്ടിരിക്കുന്ന എല്ലാം, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ കണ്ടിരിക്കുന്ന എല്ലാവരും അവരുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കും അവർ ബാക്കി വയ്ക്കുന്ന ഫുഡൊക്കെ കഴിക്കുക. കാരണം അവർ ബാക്കി വയ്ക്കും ഗേൾസ്. ഇവിടെ ഞാൻ എൻ്റെ ഫുഡ് മുഴുവൻ കഴിച്ചു തീർക്കും, കുഞ്ചു ബാക്കി വയ്ക്കും, അത് ഞാൻ കഴിക്കും. എല്ലാം വളരെ കുറച്ചേ കഴിക്കുള്ളൂ. ഞാൻ ശീലം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ പുറത്തൊക്കെ വന്ന് ഞാൻ ഫുള്ള് കഴിക്കും. കുഞ്ചുവിനോടെ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോകും. നമ്മളെല്ലാവരും പറയുമല്ലോ കുറച്ച് കഴിച്ചാൽ മതി, കുറച്ച് കഴിച്ചാൽ മതി. ആ ഒരു പോളിസി ഞാൻ ഫോളോ ചെയ്തത്. ഞാൻ കൊച്ചിലെ പോലെ ഫോളോ ചെയ്ത പോളിസി ചെയ്തോ. എനിക്ക് പണ്ടേ അറിയാമായിരുന്നു കുറച്ച് കഴിച്ചാൽ മതിയെന്ന്. അതങ്ങനെയാണ് ഞാൻ ജനിച്ചത്. അല്ല അങ്ങനെയല്ല, ജനിച്ചപ്പോൾ നമ്മളിപ്പോൾ പറയും ചോറ് കുറച്ച് കഴിച്ചാൽ മതി, പച്ചക്കറി കുറച്ച് കഴിക്കണം. ഞാൻ ആ പോളിസിയാണ് ഞാൻ കൊച്ചിലെ പോലെ ഫോളോ ചെയ്തത്. എന്തായാലും ഇനി ഈ ബിരിയാണി കൂടി ഞാൻ കഴിക്കണമല്ലോ എന്ന് ഓർക്കണോടെ എനിക്ക് സങ്കടം. കഴിക്കല്ലേ. റിച്ച് കുനാഫ, കുഞ്ചുവിൻ്റെ ഇഷ്ടപ്പെട്ട കുനാഫ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ നല്ല ചൂടോടെ, ഇപ്പൊ നമ്മൾ ചൂടോടെ കഴിക്കാൻ പോവാണ്. അറിയില്ല. നല്ല ചൂടാണല്ലോ, പിടിച്ചോ. ചൂടാണോ? ചൂടുണ്ട്, പക്ഷെ ചൂടോടുകൂടി കഴിക്കാം. എവിടെ ഇരിക്കാൻ സ്ഥലമല്ലേ ഇനി. കുനാഫ, ഗ്രീൻ സ്റ്റോൺ ഐസ്ക്രീം, ഫുൾ ചീറ്റ് മീലാണ്.
ഭയങ്കര ചീറ്റായി പോയി. ബിരിയാണി നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല. അത് ശരിയാണ്. ഞങ്ങൾ 1 day മീൻ നീയാണ് മെയിൻ. അല്ല, എന്നാൽ ഇന്നത്തെ ബേസിക്കലി അങ്ങനെയാണ്. പൊതുവെ ബേസിക്കലി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഐസ്ക്രീം അടിപൊളി. ഇതിനകത്ത് സ്ട്രോബെറി, കാരമൽ, ചോക്ലേറ്റ് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഇങ്ങനെ സ്ട്രോബെറി പൾപ്പ്, ചോക്ലേറ്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഹെവി. ഇത് കുറച്ച് നല്ലതാണ്, പക്ഷെ കുറച്ച് മധുരം കൂടിപ്പോയി. നല്ലതാണ്, കുറച്ച് മധുരം കൂടിപ്പോയി. മുകളിലോട്ട് ഷുഗർ സിറപ്പ്, താഴെ ഷുഗർ സിറപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഇത് കഴിക്കുന്നത് ദുബായ് പോയപ്പോഴാണ്. സോ ആ സമയത്ത് കുനാഫ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. 2012 2014 15 ദുബായ് പോയത്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെ പോകുമ്പോൾ എനിക്ക് കുറച്ച് സാധനം കഴിക്കാൻ പറയായിരുന്നു. ഒന്നും അതിന് ഡൈനാമിക് ഷ്രിംസ് പിന്നെ കുനാഫ കഴിക്കാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ അവിടെ ദുബായ് മോളിൽ കോരി നടക്കാം. അമ്മയുടെ അമ്മയ്ക്ക് അമ്മയൊന്നും അറിയില്ല. എന്നെ കുനാഫ എന്താ സംഭവം അറിയില്ല. ഞാൻ പറഞ്ഞു കുറച്ച് കാശ് ഞാൻ മേടിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ ഓടി നടക്കായിരുന്നു. അവിടെ കടയിൽ കയറി ഇതുപോലെ ചൂടോടെ കഴിക്കും. അത് കിടിലായിരുന്നു. അവിടുത്തെ വേറെ ടേസ്റ്റ് ആണ്, അത് നമ്മൾ മാച്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ കൊള്ളാം. കുറച്ച് പൊടിക്ക് മധുരം കൊടുക്കും. അത്രയും ഷുഗർ സിറപ്പ് വേണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ചു, ഡെസേർട്ട് കഴിച്ചു, തിരിച്ച് വന്നു. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. പ്രത്യേകിച്ച് ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ചെങ്കിലും കറക്റ്റായിട്ട് ഒരു ഫ്രീ ഡേ കിട്ടിയതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തു. നമ്മൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത് വെച്ചാൽ ജയ്പൂർ പോകണം, വീട്ടുകാരുടെ പോകണം, കറങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് ഒന്നും നടന്നില്ല. സ്റ്റിൽ ഇത്രയെങ്കിലും നടന്നല്ലോ. അതെ, ഇത്രയെങ്കിലും നടന്നു. പിന്നെ എന്താ പറയുക, നല്ല എന്താ പറയുക മെമ്മറബിൾ ആയിരുന്നു. കാരണം നമ്മൾ ഒരു പുതിയ സ്ഥലത്ത് എത്തി, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. അതുകൊണ്ട് രസമുണ്ടായിരുന്നു. പിന്നെന്താ, ഇനിയിപ്പോൾ വീണ്ടും നാളെ ബാക്ക് ടു ഷൂട്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ആനിവേഴ്സറി ആയിരുന്നു. ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ആനിവേഴ്സറി നമ്മൾ അടിച്ചു പൊളിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.